ഇപ്പോൾ 123ഓളം 120-ലേറെ മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ആ മണ്ണിനടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ആയിട്ട്. പക്ഷേ അർജുൻ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയും ചെയ്യുകയും ആണ്. നാവികസേന എത്തിയിട്ടുണ്ട്. നാവികസേന തൊട്ടപ്പുറത്തുള്ള പുഴയിലേക്ക് അവിടെ പരിശോധനയ്ക്കായാണ് നാവികസേനയുടെ വരവ്. രാവിലെ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശ്രീ ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് പ്രതികരിച്ച കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ പുഴയിലേക്ക് വാഹനം പോകാനുള്ള സാഹചര്യം അത് തള്ളിക്കളയാനാവില്ല. അത് ഇതുവരെയും റൂൾഡ് ഔട്ട് അല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം നമ്മോട് വിശദീകരിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് നാവികസേനയുടെ വരവിൽ. നാവികസേന കൂടുതൽ മെഷീനറി ഉപയോഗിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്താനുള്ള മെഷീനറി ഉപയോഗിച്ചാണ് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ശ്രീ ശേഖർ കുര്യാക്കോസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൈന്യം എത്തുന്നത് ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ട മൈൻ ബോംബുകൾ കണ്ടെത്താനുള്ള ഡിറ്റക്ടർ ഉണ്ടല്ലോ, ആ ഡിറ്റക്ടറുകൾ കൂടി ഈ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയും, കൃത്യതയോടുകൂടി ഈ പരിശോധന നടത്താൻ കഴിയുമെന്നെല്ലാം ശ്രീ ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് പറഞ്ഞിരുന്നു. നമുക്ക് ആ പ്രതീക്ഷയിലൊക്കെ നമ്മൾ തുടരുകയാണ്. ആ പ്രതീക്ഷ അത് ഒരിക്കലും അസ്തമിക്കാത്ത പ്രതീക്ഷയെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അർജുനെ കണ്ടെത്തും വരെ നമുക്കും ഉറക്കമില്ലാത്ത സമയങ്ങളായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം. ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ മഴയുണ്ട്. അവിടുത്തെ കാലാവസ്ഥ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു. പക്ഷേ കാലാവസ്ഥയെ അവഗണിച്ചും അവിടെ രക്ഷാദൗത്യം തുടരുന്നു. വലിയ പ്രതിസന്ധിയാണ്. നേരത്തെ മനാഫ് സൂചിപ്പിച്ചതുപോലെ ലോറി ഉടമ പറഞ്ഞത്, ആ കാലാവസ്ഥയിൽ എല്ലാവർക്കും ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അസുഖം പിടിച്ച സാഹചര്യമാണ്. ആ ദുഷ്കരഘട്ടത്തിൽ എന്തായാലും നമുക്ക് കൈകോർത്ത് നിൽക്കാം. മലയാളികൾ എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പൂർണ്ണമായും അർജുന് വേണ്ടി കൈകോർക്കാം.